ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ അക്രിലിക് പെയിൻറ്റ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇത് അക്രിലിക് പെയിൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അക്രിലിക് പെയിൻറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലസ് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി ഒരു ഫേസ് പൗഡർ എടുത്തിട്ടുണ്ട്. ഈ ഫേസ് പൗഡർ നമുക്ക് ആ ബൗളിലേക്ക് തട്ടിക്കൊടുക്കാം. ഞാനിവിടെ ഒരു ഡേറ്റ് കഴിഞ്ഞ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതാ നമ്മുടെ പൗഡർ ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇവിടെ. അടുത്തതായി ഒരു ഫെവിക്കോൾ. ഈ ഫെവിക്കോളും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഫെവിക്കോൾ 1 ടീസ്പൂൺ മതിയാകും. അടുത്തത് ഒരു ഗ്ലാസ് വെള്ളം. ഈ വെള്ളം പയ്യെ നമുക്ക് ഉണ്ടാക്കി വച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല തിക്കായിട്ട് തന്നെ ലഭിക്കും വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. സാധാരണ ഒരു പെയിൻറ്റിൻ്റെ അത്ര തിക്നെസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് 3 ബോട്ടിൽ എടുക്കാം. ഈ ബോട്ടിലേക്ക് നമുക്ക് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുണ്ട് നമ്മുടെ കൂട്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ആദ്യത്തെ കളറായ റെഡ് കളറിലേക്ക് പോകാം. അതിനെ ഞാനിവിടെ ആദ്യമായിട്ട് ഒരു കുങ്കുമപ്പൊടിയാണ് എടുത്തത്. അത് ആദ്യത്തെ ബോട്ടിലിൽ കുറച്ച് തട്ടിക്കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ അത് താഴെ വരെയൊക്കെ പിടിക്കത്തുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റെഡ് കളർ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. നമുക്കടുത്തതായി ഒരു യെല്ലോ കളർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി പയ്യെ ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് മതിയാകും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഗൈസ്, നമ്മുടെ യെല്ലോ കളർ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല ഷൈനിങ് ആയിട്ടുണ്ട് യെല്ലോ. അടുത്ത കളർ എന്ന് വെച്ചാൽ ഡാർക്ക് ബ്ലൂ. അതിനെ ഞാനിവിടെ ഒരു പേനയാണ് എടുത്തിരിക്കുന്നത്. ആ പേനയിലുള്ള ഇങ്ക് നമുക്ക് പയ്യെ ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഡാർക്ക് ബ്ലൂ കളർ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കളേഴ്സിൻ്റെ മിക്സിംഗ് ആണ്.
അതിനെ ഞാൻ ഇവിടെ ഒരു യെല്ലോയും ബ്ലൂ കളറുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം യെല്ലോ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ബ്ലൂ കളർ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കിട്ടുന്നത്. നല്ല രീതിയിൽ തന്നെ കളർ ലഭിച്ചിട്ടുണ്ട്. മിക്സിങ്ങിനായി നമുക്ക് യെല്ലോയും റെഡ് കളറും എടുക്കാം. ഫസ്റ്റ് റെഡ് കളർ നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തത് യെല്ലോ കളറും ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് തന്നെ മതിയാകും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു ഓറഞ്ച് കളർ ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ ക്യാരറ്റിൻ്റെയൊക്കെ അതേ കളർ പോലെയുള്ള ഒരു ഓറഞ്ച് കളർ. അടുത്ത മിക്സിങ്ങിനായി നമുക്ക് ബ്ലൂ കളറും റെഡ് കളറും എടുക്കാം. ആദ്യം റെഡ് കളർ നമുക്ക് ആ ക്യാപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ബ്ലൂ കളർ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു വയലറ്റ് കളറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്തതായി നമുക്കൊരു ഗ്രീൻ കളറും റെഡ് കളറും എടുക്കാം. ഫസ്റ്റ് റെഡ് കളർ അടപ്പിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അടുത്തതായി ഗ്രീൻ കളറും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. രണ്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. രണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ബ്രൗൺ കളറാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ കാണാൻ പറ്റും ബ്രൗൺ കളർ ഫോം ആയിരിക്കുന്നത്. ഇതാ ബ്രൗൺ കളർ റെഡി ആയിട്ടുണ്ട്. അടുത്ത സെറ്റ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് റെഡ് കളറും പിന്നെ ഈ ബൗളിലുള്ളത് വൈറ്റ് കളറുമാണ്. ഫസ്റ്റ് നമുക്ക് വൈറ്റ് കളർ അടപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. റെഡ് കളറും ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് മിക്സിങ്ങിലൂടെ നമുക്ക് ഒരു പിങ്ക് കളറാണ് കിട്ടുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ ഭംഗിയായിട്ടുണ്ട് പിങ്ക് കളർ. അടുത്ത നമ്മുടെ സെറ്റ് ഓഫ് കളേഴ്സ് എന്ന് വെച്ചാൽ വൈറ്റും ബ്ലൂ ആണ്. വൈറ്റ് കളർ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അടുത്തതായി ബ്ലൂ കളറും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഒരു സ്കൈ ബ്ലൂ കളറാണ് കിട്ടുന്നത്. നമ്മുടെ കളർ റെഡി ആയിട്ടുണ്ട്. ആകാശ നീല പോലെ തന്നെയുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റാണ്. അതിനെ 3 സെറ്റ് ഓഫ് കളേഴ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് റെഡ് കളർ ക്യാപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഗ്രീൻ കളർ. ലാസ്റ്റ് നമ്മുടെ ബ്ലൂ കളർ ഒഴിച്ചു കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ 3 കളറുടെ മിക്സിങ്ങിലൂടെ നമുക്ക് ഒരു ബ്ലാക്ക് കളറാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സെറ്റ് ഓഫ് കളേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിലെ ഒരു സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ വെറും 3 കളറിലൂടെയാണ് ഞാനിവിടെ 10 കളർ ഉണ്ടാക്കിയിരിക്കുന്നത്, അതും മിക്സിങ്ങിലൂടെ. അടുത്ത നമ്മുടെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ടെസ്റ്റിംഗ് ആണ്. നമുക്ക് ഓരോ കളേഴ്സായി ടെസ്റ്റ് ചെയ്യാം. ഗ്രീൻ കളർ
ആണ് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്തതായി റെഡ് കളർ ടെസ്റ്റ് ചെയ്യാം. വളരെ ഭംഗിയോടെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ബ്ലൂ കളറാണ് ഇപ്പോൾ പെയിൻറ്റ് ചെയ്തത്. അടുത്തതായി ഓറഞ്ച് കളർ, യെല്ലോ, അടുത്തതായി വയലറ്റ് കളർ, പിങ്ക്, ബ്രൗൺ, സ്കൈ ബ്ലൂ, ലാസ്റ്റായി നമുക്ക് ബ്ലാക്ക് കളർ ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ ഇത് കണ്ടിട്ട് തോന്നില്ലേ? വളരെയേറെ ഭംഗിയായിട്ടുണ്ട് എല്ലാ കളേഴ്സും. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ ഇന്ന് ഈ പകർന്നു തന്ന അറിവ് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ഫ്രം വിപിൻ ലെജൻഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.